നമസ്കാരം. ഇന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഹാങ്ഡ് മാനാണ് ആദ്യമായി വന്നിരിക്കുന്നത്. ക്യൂൻ ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. സെവൻ ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. സിക്സ് ഓഫ് സോർഡ്സ്, ഫോർ പെൻറ്റക്കിൾസ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ആദ്യമേ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് ഹാങ്ഡ് മാൻ്റെ ഒരു കാർഡാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾ കാര്യങ്ങളെ ഒരു എന്താ പറയുക, വേറൊരു കോണിൽ കൂടി വീക്ഷിക്കണമെന്നാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ ചിന്തകൾ എന്താണെന്ന് വിചാരിച്ചാൽ, നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ നടപ്പിലാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല നിങ്ങളുടെ ലൈഫിൽ എന്നുള്ള ഒരു ചിന്തയിൽ മുഴുകി അതിൻ്റെ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു ടെൻഷൻ, നെഗറ്റീവ് എനർജിയിലിരിക്കുന്ന ആളുകളെ നമുക്ക് ഇതിനകത്ത് കാണുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കണമെന്ന് നമ്മൾ വാശി പിടിക്കാൻ പാടില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിൻ്റേതായ സമയത്ത് നിങ്ങളിൽ എത്തിച്ചു തരും. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ നടക്കാത്തതിൽ വിഷമിച്ചിരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. ചില ആളുകൾ സാമ്പത്തികമായിട്ട് പുരോഗതി ലഭിക്കുന്നില്ല എന്നുള്ള ചിന്തയിൽ, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും സാമ്പത്തികമായിട്ട് എനിക്കൊരു പുരോഗതി ലഭിക്കുന്നില്ല, അല്ലെ എൻ്റെ കർമ്മ മേഖലയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും എനിക്ക് അതിൻ്റേതായ ഒരു റിസൾട്ട് കിട്ടുന്നില്ല, ഞാൻ ഇടുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് എനിക്ക് കിട്ടുന്നില്ല എന്നുള്ള ഒരു ചിന്തയിൽ മാനസികമായിട്ട് വിഷമിക്കുന്ന കുറേ ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള ആളുകളോട് യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അതിൻ്റേതായ സമയം യൂണിവേഴ്സ് പറയുന്ന ആ സമയത്ത്, അല്ലെ യൂണിവേഴ്സ് നിശ്ചയിച്ചിരിക്കുന്ന ആ സമയത്ത് നിങ്ങളിലേക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയോടും കൂടുതൽ എന്താണ് ശക്തിയോടും കൂടി എത്തും എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ നിങ്ങളുടെ എനർജി ഇങ്ങനെ ഉള്ള ഒരു കാര്യം ചിന്തിച്ചിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരു എനർജിയുള്ള ആളുകളെ കാണുന്നുണ്ട്. ഫോർ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അതായത് സാമ്പത്തികമായി ജാഗ്രത പാലിക്കണമെന്നാണ് പറയുന്നത്. നമ്മുടെ സ്വത്തും പണവും ഒക്കെ നമ്മളിങ്ങനെ വളരെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ചിന്തകളിൽ വരുന്നത്, എനിക്ക് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ കൂടി കടന്നു പോകുന്നതുകൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ വളരെയധികം എന്താ പറയുക, ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ചിന്തകളെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു എനർജിയാണ്. നമ്മൾക്കുള്ള റിസോഴ്സസ് നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിച്ച് അത് പുറത്തേക്ക് പോവാതെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ മണി ഉണ്ടാക്കാനുള്ള ഒരു നമ്മുടെ മൈൻഡ് സെറ്റിനെ ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് കുറച്ച് പണമുണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് ആ കാര്യങ്ങൾ വെച്ച് മാനേജ് ചെയ്ത് പോകാം, അതിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ മണി എങ്ങനെ ഏൺ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് കിട്ടത്തില്ല. അപ്പോൾ ഇത് നമ്മുടെ കയ്യിലിരിക്കുന്നത് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ചിന്തയാണ് നമുക്ക് എപ്പോഴും ഉള്ളത്. അപ്പോൾ അതിനെ
മുറുകെ പിടിക്കാനുള്ള ഒരു തന്ത്രപ്പാടിലായിരിക്കും. അതിൻ്റെ ഒരു പിരിമുറുക്കവും ഉത്കണ്ഠയും ഒക്കെ നിങ്ങളിൽ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഭയത്തിലേക്ക് നിങ്ങളെ കൊണ്ടു ചെല്ലുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഈ ഒരു എനർജി മാറ്റിയിട്ട് കൂടുതൽ മണി എങ്ങനെ ഏൺ ചെയ്യാം എന്നുള്ള ചിന്തയിലേക്ക് നിങ്ങളെ റൂട്ട് ചെയ്ത് വഴിതിരിച്ച് വിടണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. 5 ഓഫ് പെന്റക്കിൾസ് ആണ്. ഇതും സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്. നിങ്ങൾക്ക് സാമ്പത്തികമായി നഷ്ടം സംഭവിക്കുമോ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഭീതിയിലാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് എടുക്കാൻ പറ്റാത്തൊരു മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ വിചാരിക്കുന്നത്. എനിക്കിത് എന്നെ കൊണ്ട് ചെയ്തത് സക്സസ്സിലേക്ക് എത്തിക്കാൻ പറ്റില്ല എന്നുള്ളൊരു പോവർട്ടി മൈൻഡ് സെറ്റോടുകൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു മൈൻഡ് സെറ്റ് മാറ്റാൻ നിങ്ങൾ മറ്റുള്ള ആളുകളുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. കാരണം നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു എനർജിയിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടും ഒരു മണി നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നില്ല എന്നൊരു മൈൻഡ് സെറ്റിൽ കൂടി കടന്നു പോകുമ്പോൾ നിങ്ങളുടെ റൂട്ടൊന്ന് തിരിച്ചു വിടാൻ വേണ്ടിയിട്ട് മറ്റാരുടെയെങ്കിലും ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ വെല്ലുവിളികളെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകുവാനുള്ള ഒരു സാഹചര്യം യൂണിവേഴ്സ് കാണിച്ചു തരും. അപ്പോൾ ആ ഒരു നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ആരുടെയെങ്കിലും ഒരു നിർദ്ദേശവും വിദഗ്ധമായ ഉപദേശങ്ങളും ഒക്കെ സ്വീകരിക്കുന്നത് നല്ലൊരു കാര്യമാണെന്നാണ് പറയുന്നത്. 7 ഓഫ് പെന്റക്കിൾസും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നില്ല എന്നല്ല, നമുക്ക് കിട്ടുന്ന മണിയിൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺസിൽ നമ്മൾ സംതൃപ്തരല്ല എന്നാണ് അതിനകത്ത് പറയുന്നത്. നമുക്ക് വരുന്ന റിട്ടേൺസ് നമുക്ക് മതിയാവുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെക്റ്റേഷനിലേക്ക് അത് എത്തുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ കുറേ നാളുകളായിട്ട് പല കാര്യങ്ങളും ചെയ്ത് കഠിനാധ്വാനം ചെയ്തിട്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറേ നാളുകൾ ഇങ്ങനെ എഫേർട്ട് ഇട്ടിട്ടും എനിക്ക് അതിനുള്ളൊരു ഫലം കിട്ടുന്നില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരുമ്പോൾ നിങ്ങളിത് ഗിവ് അപ്പ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങളിത് ഉപേക്ഷിച്ച് പോകാനായിട്ടുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യരുത്. കാരണം നമ്മൾ ഒരുപാട് കാലം പരിശ്രമിച്ചതിന് ശേഷം ചിലപ്പോൾ ആ റിസൾട്ടിൻ്റെ അരികിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടാവും, അരികിൽ വന്ന് നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി കൂടുതൽ പരിശ്രമിക്കുക, കൂടുതൽ അതിനുവേണ്ടി സമയം കണ്ടെത്തി അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് അടുത്ത് നിൽക്കുകയാണ് നിങ്ങൾ. അപ്പോൾ ഇത് ഉപേക്ഷിച്ച് പോയാൽ അത് ഇത്ര നാളും നമ്മൾ കഷ്ടപ്പെട്ടത് വെറുതെ ആവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ വീണ്ടും അതിനുവേണ്ടി പരിശ്രമിക്കുക. ഇത്രയും ദൂരം നിങ്ങൾ നടന്നു കഴിഞ്ഞു, ഇനി ഒരു ചെറിയ ഒരു ഗ്യാപ്പായിരിക്കും ചിലപ്പോൾ നിങ്ങളിലുള്ളത്. അപ്പോൾ അതൊന്നും മറികടക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കഠിനാധ്വാനം ചെയ്യുകയും പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാതെ ഈ ഒരു കാര്യം മനസ്സിലിട്ടുകൊണ്ട് വേദനിച്ച് ദുഃഖിച്ചു ഇരിക്കേണ്ട അവസ്ഥയിലല്ല നിങ്ങളുടെ ചെയ്യേണ്ടത്. നിങ്ങൾക്കിത് നേടിയെടുക്കണം എന്നുള്ള ഒരു വാശിയോടുകൂടി ഇത് സക്സസ്സിലേക്ക് ആക്കിയെടുക്കണം എന്നുള്ള ഒരു വാശിയോട് തന്നെ പ്രവർത്തിക്കുക. ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രോബ്ലം നിങ്ങൾക്ക് കിട്ടുന്ന മണി അല്ലെങ്കിൽ നിങ്ങൾ ഇടുന്ന എഫേർട്ടിനനുസരിച്ച് കിട്ടുന്നില്ല എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങളെ കൂടുതൽ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉടനെ വരും എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് വരികയും അതിനുവേണ്ടി കൂടുതൽ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുകയും അതിൻ്റെ വിദഗ്ധ ഉപദേശങ്ങൾ തേടുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാനാണ് പറയുന്നത്. നൈറ്റ് ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. ഇതൊരു സ്ഥിരോത്സാഹത്തിനെയും കഠിനാധ്വാനത്തിനെയൊക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ശരിക്കും അതിന് തയ്യാറാണ്, എന്ത് കാര്യവും ചെയ്യാൻ തയ്യാറാണ്, എന്ത് കഠിനാധ്വാനവും ചെയ്യാനും എങ്ങനെ പരിശ്രമിക്കാനും തയ്യാറാണ്. പക്ഷേ അതിലേക്ക് നിങ്ങൾ എത്തുന്നില്ല. നിങ്ങൾ ഇത് ചില കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിൽ കൂടുതൽ ആത്മാർത്ഥതയോടും സൂക്ഷ്മതയോടും ശ്രദ്ധയും പുലർത്തിക്കൊണ്ട് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സക്സസ് തൊട്ടരികിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പം അതിലേക്കൊന്ന് എത്തുക എന്നുള്ളൊരു ദൗത്യം മാത്രമേ ബാലൻസ് ആയിട്ടുള്ളൂ. അപ്പം അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കൂടുതൽ കാര്യക്ഷമതയോടും ശ്രദ്ധയോടും കൂടിയിട്ട്
കഠിനാധ്വാനം ചെയ്യാനാണ് പറയുന്നത്. ഇത് സ്ഥിരോത്സാഹത്തോടെ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളുടെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു എനർജിയിലേക്ക് എത്തുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. 6 ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. ഇതൊരു പരിവർത്തനത്തിൻ്റെ കാർഡാണ്. അതായത് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ ഇങ്ങനത്തെ ഒരു ചിന്തയിൽ സ്റ്റക്കായി നിന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും വിട്ടിട്ട് നിങ്ങളൊരു പരിവർത്തനത്തിലേക്ക് പോകുന്നു. നിങ്ങൾ പുതിയൊരു വാതിൽ തുറന്നു കിട്ടുന്നു. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങൾക്ക് പുതിയൊരു കാര്യം സംഭവിക്കുന്നു, നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു. നിങ്ങളുടെ മനസ്സമാധാനത്തിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. വളരെ ഭംഗിയായി കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അതിനുള്ളൊരു എനർജി നിങ്ങൾക്കുണ്ട്. അതിനുള്ള കഴിവും ആത്മവിശ്വാസവും എല്ലാം നിങ്ങളിലുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ ഈ കാര്യത്തെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കാതെ അത് നമുക്ക് യൂണിവേഴ്സ് തരേണ്ട സമയത്ത് നമ്മളിലേക്ക് കൃത്യമായി എത്തിച്ചു തരും. അതിന് ആ ഒരു സമയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളൊരു സ്ട്രഗിളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സ്ട്രഗിൾ കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് തന്നെ എത്തപ്പെടും. അത് എന്തായാലും അവിടെ എത്തും. അപ്പോൾ നമുക്ക് ഇത്രയും നാൾ നമ്മൾ കഷ്ടപ്പെട്ട് പരിശ്രമിച്ചതൊക്കെ അതിൻ്റെയൊക്കെ ഒരു പല മടങ്ങ് റിസൾട്ടായിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുതരും എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളിപ്പം നടക്കുന്ന ഈ സ്ട്രഗിള് അതിനൊരു എന്താ പറയുക, നിങ്ങളിടുന്ന ഈ എഫേർട്ട് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഫലം നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത്രയും നല്ലൊരു ഫലമാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്, മുന്നോട്ട് തന്നെ പോവുക എന്നാണ് പറയുന്നത്. ക്യൂൻ ഓഫ് സോർട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾ വളരെ സത്യസന്ധമായിട്ടും കഠിനാധ്വാനത്തോടുകൂടും വളരെ വ്യക്തതയോടും കൂടി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്തായാലും ഇതിൻ്റെ ഫലം കൊണ്ടു തരുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്ത് വെല്ലുവിളികളെയും നേരിടാനായിട്ടുള്ള ശക്തിയും ധൈര്യവും നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നുണ്ട്. അപ്പോൾ ആ യൂണിവേഴ്സിൻ കാണിച്ചു തരുന്ന ആ പാതയിൽ കൂടി നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഏത് വെല്ലുവിളിയെയും നേരിട്ട് വിജയത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്ത് കാര്യമാണെങ്കിലും മുന്നോട്ട് പോയാൽ അത് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് തന്നെ എത്തിക്കാൻ പറ്റും. അത് മറ്റുള്ളവരെ നിങ്ങളെ ഒരു റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ എത്തപ്പെടും എന്നാണ് പറയുന്നത്. ഒരു ക്യൂനിൻ്റെ എനർജിയാണ്. അപ്പോൾ വളരെ ആജ്ഞാശക്തിയോടുകൂടി ഇരിക്കുന്ന ഒരാളാണ് ഇതിനകത്ത് കാണുന്നത്. നിങ്ങൾക്കും അങ്ങനെ ഒരു പവറിലേക്ക് എത്തപ്പെടാൻ പറ്റുമെന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ അത് ആ റിസൾട്ട് കിട്ടാനുള്ള ടൈം നമുക്ക് ആയിട്ടില്ല. അതിനുള്ളൊരു പക്വതയും പാകതയും നമ്മളിലേക്ക് എത്തിയിട്ടില്ല. അതെത്തുന്ന സമയത്ത് യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും കൊണ്ടുതരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിങ്സ്. എൻ്റെ റീഡിങ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുമ്പോൾ നിങ്ങളുടെ എനർജി കറക്റ്റായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കുറച്ചും കൂടെ നല്ല രീതിയിൽ നിങ്ങൾക്കത് ഈ റീഡിങ് കണക്ട് ചെയ്യാനും പറ്റും. നിങ്ങളുടെ ലൈഫുമായിട്ട് ഞാൻ ഈ പറയുന്ന റീഡിങ് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കണം. അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവരും നല്ലൊരു എനർജിയിലേക്ക്, നല്ലൊരു മൈൻഡ് സെറ്റിലേക്ക് ഇരിക്കാനായിട്ടും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അട്രാക്റ്റായി വരാനായിട്ടും നമുക്ക് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.